ബി ഗോപാലകൃഷ്ണനക്ക് മാനസിക വിഭ്രാന്തി എന്ന് അധിക്ഷേപിക്കുന്നത് ശരിയാണോ? അത് കേട്ട് കൈയടിക്കുന്ന ഒരു വിവരം കെട്ട കൂട്ടം ശരിയാണോ? വി പി ഞാൻ പറയട്ടെ, അങ്ങൊരു RSSൽ പ്രവർത്തിച്ചു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ CPMൽ പോയി പ്രവർത്തിച്ചു, അതിനുശേഷം തിരിച്ചു വന്ന് BMSൽ പ്രവർത്തിച്ചു, അതിനുശേഷം CPMനുമായി സംസാരിച്ചു. CPMൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ ഞങ്ങളായി സംസാരിച്ചു എന്നതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ശിവസേന UBTയിൽ ചേരുന്ന വീഡിയോ ഉണ്ട്. ശിവസേനയുടെ പ്രാദേശിക നേതാക്കന്മാർ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു. അത് വീഡിയോ ആണ്. ശിവസേന ഷിൻഡെ വിഭാഗത്തിലാണ് പോയതെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഞങ്ങളുടെ സഖ്യകക്ഷി NDA ആണ്. ശിവസേന UBT ഞാൻ പറയട്ടെ നിങ്ങളെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എന്റെ സെൻസിറ്റിവിറ്റി അളക്കാനൊന്നും നിങ്ങൾ മെനക്കെടണ്ട. എനിക്ക് മറുപടി തരാനുള്ള അവസരം തന്നാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് പാർട്ടിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ശിവസേന UBTയിൽ ചേർന്നത് വീഡിയോ ആണ്. അവരുടെ പാർട്ടിയുടെ എന്താ പറയുക ഹാൻഡിൽ അവരിട്ട വീഡിയോ ആണ്. അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ. ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയാൾക്ക് എങ്ങനെ ടിക്കറ്റ് കൊടുക്കാന്ന് ഈ പാർട്ടിയിലുള്ളോ തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ആത്മഹത്യക്കുറിപ്പ് ഞാൻ അയച്ചു തരാം. ഞാൻ RSSന്റെ ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മണ്ണും മാഫിയ സംഘം RSSന്റെയും BJPയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് BJP സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ RSS പ്രവർത്തകരുടെ BJP പ്രവർത്തകരുടെ മാനസികമായ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്താണ് എന്നും VP എന്റെ ചോദ്യം, ഇത് BJPയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രശ്നത്തിൽ ഞാൻ മരിക്കുന്നു എന്നൊരു മനുഷ്യൻ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് മരിക്കുമ്പോൾ അത് അന്വേഷിക്കുമെന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? അല്ലാതെ ഈ നിഷേധ വർത്തമാനങ്ങൾ പറയലാണോ ചെയ്യേണ്ടത്? VP ആയിക്കോട്ടെ, കേരളത്തിലെ പോലീസ് അന്വേഷിക്കട്ടെ ആ ആരോപണമൊക്കെ ശരിയാണോന്ന്. ഞങ്ങളടുത്തല്ലല്ലോ പോലീസ് സംവിധാനം അന്വേഷിക്കട്ടെ. ആർക്കൊക്കെ എന്തൊക്കെ മാഫിയ ബന്ധമുണ്ടെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. BJP വിട്ട് വേറൊരു പാർട്ടി എന്റെ ആഷ്മി ഇല്ല, BJP വിട്ട് വേറെ പാർട്ടിയിൽ പോയ കാര്യമല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് BJPക്കകത്തെ പ്രശ്നങ്ങൾ എനിക്ക് മരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്ത ഒരാളുടെ പ്രശ്നം പാർട്ടിക്കുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് അന്വേഷിക്കണോ? പോലീസ് അന്വേഷിക്കട്ടെ. പാർട്ടി അന്വേഷിക്കണോ? VP പോലീസ് അന്വേഷിക്കണം. പാർട്ടി അന്വേഷിക്കണോ? പോലീസ് അന്വേഷിക്കട്ടെ. കേരള പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് BJPക്ക് അന്വേഷിക്കാൻ ബാധ്യതയുണ്ടോ? ഞങ്ങളെ പാർട്ടിയല്ല, അങ്ങൊരു വേറെ പാർട്ടി ചേർന്നു. ശരി ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല. കേരള പോലീസ് അന്വേഷിക്കട്ടെ. കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. അൺനാച്ചുറൽ ഡെത്തിന് FIR ഇട്ടിട്ടുണ്ടല്ലോ. അൺനാച്ചുറൽ ഡെത്തിന് FIR ഇട്ടിട്ടുണ്ടല്ലോ. പോലീസ് അന്വേഷിച്ചോട്ടെ. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന യുവാവ് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാവോ? ആയിക്കോട്ടെ. അദ്ദേഹം BJP വിട്ടിട്ട് വേറെ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും, എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മൾ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പറയുന്ന സത്യപ്രസ്താവനയാണ്. അത് കള്ളമാവില്ല, അത് കള്ളമാവില്ല, സത്യമാകും. അത് കള്ളമല്ല സാറേ. സുപ്രീം കോടതി കൈവച്ചാൽ മതി. ഒരു മരിക്കുന്ന മനുഷ്യൻ കള്ളം പറയില്ല എന്നുള്ളതാണ് സ്വാഭാവികമായി മനുഷ്യൻ കരുതുക. ആനന്ദ് പറയുകയാണ്, ഞാൻ എന്റെ ജീവിതം, എന്റെ പണം, എന്റെ ശരീരം, എന്റെ സമയം ഈ സംഘടനയ്ക്ക് സമർപ്പിച്ചതാണെന്ന്. ആ മനുഷ്യൻ പറയുന്നത് കള്ളമാണെങ്കിൽ കള്ളമാണെന്ന് പറ. CVP അത് കള്ളമാണോ? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഡൈയിങ് ഡിക്ലറേഷനിൽ തെറ്റ് വരുന്നു. ഇത് കള്ളമാണോ? VP ആനന്ദ് പറയുന്നത് കള്ളമാണോ? ആനന്ദ് അവസാനമായി പറഞ്ഞത് കള്ളമാണോ? അത് പറയാൻ ധൈര്യമുണ്ടോ VP? അത് പറയാൻ ധൈര്യമുണ്ടോ VP? ആനന്ദ് അവസാനമായി പറഞ്ഞത് എഴുതിയത് കള്ളമാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ VP? ആനന്ദ് അവസാനമായി പറഞ്ഞ വാക്കുകൾ, എഴുതിയ അക്ഷരങ്ങൾ കള്ളമാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ തുള്ളിക്കളിക്കല്ല.
നിങ്ങളിപ്പോ ഈ ബീഹാറിൽ BJP ജയിച്ചതിന്റെ വിഷമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഡാൻസ് കളിച്ചതായിരുന്നല്ലോ, അതിന്റെ ഒക്കെ വിഷമം തീർക്കുക. അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയം പറ കേട്ടോ. പോലീസ് അന്വേഷിക്കട്ടെ, പിണറായിന്റെ ഇതിന്റെ പിന്നിൽ ആരാന്ന്. ഒരു മനുഷ്യൻ മരിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഘപ്രവർത്തകനാണ്, 10-16 വർഷം ജീവിച്ച മനുഷ്യനാണ്. അവിടെ MG കോളേജിലെ UUC ജയിച്ച ആളാണ്. MG കോളേജിനകത്തെ ശാഖയിൽ അവിടുത്തെ മുഖ്യ ശിക്ഷകായിരുന്ന ആളാണ്. നിങ്ങളുടെ കോഴിക്കോട്ട് ഒരു പ്രചാരകനായിരുന്ന ആളാണ്. അയാൾ മരിച്ച് സംസ്കാരം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് BP പറയുകയാണ് ഞാൻ ബീഹാറിലെ പ്രശ്നമാണെന്നല്ലേ. ഒരല്പം മനുഷ്യത്വം, ഒരു തരിമ്പിന് മനുഷ്യത്വമാകാം നേതാക്കൾക്ക് BP. ഒരു തരിമ്പിന് മനുഷ്യത്വമാകാം നേതാക്കൾക്ക് BP. അന്വേഷിച്ചോട്ടെ, വെറുതെ വായി തോന്നി വിളിച്ചു പറയല്ല. പോലീസ് അന്വേഷിക്കട്ടെ. ഓക്കെ നിങ്ങൾ ആരാ അതൊക്കെ പറയാൻ? ശരി, ഒരു തരിമ്പിന് മനുഷ്യത്വമാകാം. ഒരു മനുഷ്യന്റെ മരണത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഒരു മനുഷ്യന്റെ മരണത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. BP പറയുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്തോ പ്രശ്നമാണെന്ന് പറയാണ് BP അല്ലേ. എന്റെ ശ്രീപത്മനാഭ, ഒരു നേതാവല്ലേ ശ്രീപത്മനാഭ, അല്പം ദയവോടെ സംസാരിക്കട്ടെ ശ്രീപത്മനാഭ. മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഒരു സംഘപ്രവർത്തകനല്ലേ ശ്രീപത്മനാഭ, ഒരു മനുഷ്യനല്ലേ ശ്രീപത്മനാഭ. അങ്ങാണ് ഓവറാക്കുന്നത് അല്ലേ. താങ്കൾക്ക് തോന്നുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാണ്. താങ്കൾക്ക് തോന്നുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ എന്തോ പ്രശ്നമാണ് തോന്നുകയാണ് അല്ലേ. അങ്ങനെ തോന്നിയാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പോലീസ് അന്വേഷിക്കട്ടെ. ആയിക്കോട്ടെ. ആരെയും വിമർശിക്കുന്നില്ല, പോലീസ് അന്വേഷിക്കട്ടെ. ഷിജു ഖാൻ പോലീസ് അന്വേഷിക്കട്ടെ. പിണറായി വിജയന്റെ പോലീസ് അന്വേഷിക്കട്ടെ. നിങ്ങൾക്ക് എന്താ ബേജാറ്? നിങ്ങൾ ഇതിനങ്ങനെ തുള്ളുന്നത്? ഷിജു ഖാൻ തിരുവനാലിന്റെ തെറ്റ് ചെയ്ത് ആരാണ് ശരി ചെയ്യുന്നത് പോലീസ് അന്വേഷിക്കട്ടെ. ഷിജു ഖാൻ FIR ഇട്ടുണ്ടല്ലോ അൺനാച്ചുറൽ ഡെത്തിന്. പോലീസ് അന്വേഷിക്കട്ടെ. 26 തവണയായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 26 തവണ പറയാണ് ഈ പോലീസ് അന്വേഷിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.